പത്തനംതിട്ട കോന്നി കൊക്കാത്തോട് വനത്തിൽ ഊരുമൂപ്പനെ കാണാതായി. കാട്ടാത്തി ഉന്നതിയിലെ മൂപ്പൻ മോഹൻദാസിനെയാണ് കാണാതായത്. വനപാലകരും പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തുകയാണ്. അവിടെ നിന്നുള്ള ചില പ്രതികരണങ്ങൾ ലഭ്യമാണ്. ആദ്യം അതിലേക്ക്. രാവിലെ 11:30 ആയപ്പോ ഇവിടെ ഇറങ്ങിപ്പോ ഞങ്ങളോട് പോലും ഒരു കാര്യം പറയാതെ ഞങ്ങളുടെ അച്ഛൻ ഇറങ്ങിപ്പോ ഞങ്ങളെ വലിയ മഴ മൊത്തം ഞങ്ങളെല്ലാം ഏറിയാൻ തെരഞ്ഞിട്ട് പോലും ഞങ്ങളുടെ അച്ഛനെ കിട്ടിയില്ല. രാവിലെ പോലീസ് വട്ടിയൊക്കെ കൊണ്ടുവന്ന് തെരഞ്ഞിട്ട് പോലും ഞങ്ങളുടെ അച്ഛനെ കിട്ടുന്നില്ല. ഞങ്ങൾ ഇനി എവിടെ പോയി ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വിട്ടിട്ട് ഇങ്ങനെ പോയിട്ടേ ഇല്ല. ശ്രീരാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീരാജ, ഇപ്പം ഈ പ്രതികരണങ്ങൾ കേട്ടിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇപ്പം മൂപ്പൻ എങ്ങോട്ടാണ് പോയതെന്ന് ഇവർക്കും വലിയ വ്യക്തതയൊന്നുമില്ല. നിലവിൽ തിരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? സേതു, അതായത് ഇന്നലെ രാവിലെയാണ് ഇത്തരത്തിൽ വനത്തിലേക്ക് കയറി പോകുന്നത് ഈ ഊരുമൂപ്പൻ. കോന്നി കൊക്കാത്തോട് കാട്ടാത്തി ഉന്നതിയിലെ ഊരുമൂപ്പനായ മോഹൻദാസ് ആണ് ഇദ്ദേഹം. ആളുകൾ ഇദ്ദേഹം കാട്ടിലേക്ക് കയറി പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ കാടും ഇതിന്റെ പരിസര പ്രദേശങ്ങളുമെല്ലാം നല്ല രീതിയിൽ അറിയുന്ന ആൾ കൂടിയാണ് ഈ മോഹൻദാസ്. പക്ഷേ ഈ കാട്ടിലേക്ക് ഇന്നലെ രാവിലെ കയറിപ്പോയ ശേഷം തിരികെ വന്നിട്ടില്ല. വന്യമൃഗങ്ങൾ ധാരാളമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ അധികം സമയം കാണാതായിട്ടും തിരിച്ചു വരേണ്ടുന്ന സാധാരണ സമയം കഴിഞ്ഞിട്ടും കാണാത്തതിനാലാണ് ഈ നാട്ടുകാരും കുടുംബങ്ങളും എല്ലാം ഇത്തരത്തിൽ അന്വേഷണം ആരംഭിച്ചത്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗതി ഉണ്ടായില്ല. അങ്ങനെ പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും എല്ലാം വിവരം അറിയിക്കുകയായിരുന്നു. അവരും ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നടത്തുന്ന പരിശോധനയിലൊന്നും തന്നെ തെരച്ചിലൊന്നും തന്നെ ഇദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടില്ല. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ സ്ഥലത്ത് എത്തി പരിശോധന നടത്തുകയാണ്. കരിപ്പാൻതോട് സ്റ്റേഷനിലെ വനപാലകരും കോന്നി പോലീസും ചേർന്നാണ് നിലവിൽ അവിടെ തെരച്ചിൽ നടത്തുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ കാട്ടിലേക്ക് കയറി പോവുകയോ പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞ് വരികയോ ചെയ്യുന്ന ഒരാളല്ല മോഹൻദാസ് എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. എന്തായാലും ഇപ്പോൾ 24 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ഇദ്ദേഹത്തെ കാണാതായിട്ട്. തെരച്ചിൽ പുരോഗമിക്കുകയാണ്. കുടുംബവും പ്രദേശവാസികളും എല്ലാം തന്നെ വലിയ ആശങ്കയിലാണ്. ധാരാളം വന്യമൃഗങ്ങളുള്ള ഒരു പ്രദേശമാണ് ഇത് എന്നതാണ് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം. സേതു, ശരി.